കേരള ക്രിക്കറ്റ് സാഗ എന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ KCയുടെ ഇൻഡോർ ഫെസിലിറ്റിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു കുറേ ആൾക്കാർ, ഇപ്പോൾ കുട്ടികളുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, പിന്നെ KCA ഭാരവാഹികളുണ്ടായിരുന്നു. അങ്ങനെ നിറയെ ആൾക്കാരെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ക്രിക്കറ്റ് ആവേശത്തിലേക്ക് നമുക്ക് പോകാം. നിലവിലെന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഡയറക്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ പ്രമാടം എന്നാണ് സെൻറ്റർ. പിന്നെ രണ്ടാമത്തെ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലന്തൂർ, അതായത് റിമോട്ട് ഏരിയയിൽ ആണ് ഈ സെൻറ്റർ. മൂന്നാമത്തെ സെൻറ്റർ ഇതാണ്. ഇത് തിരുവല്ല മുനിസിപ്പാലിറ്റി നമുക്ക് അനുവദിച്ചു തന്ന 50 സെൻറ്റ് സ്ഥലത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ, പുറത്തൊരു ടർഫ് വിക്കറ്റ്, അകത്ത് എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് പരിശീലിക്കാം. മഴയുള്ള സമയത്ത് നമുക്കിത് വലിയ പ്രയോജനകരമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഫെസിലിറ്റി KC ഇവിടെ തന്നു. ഞങ്ങളുടെ under-12 ഒരു ക്രിക്കറ്റ് ഫോർ കിഡ്സ് എന്നും പറഞ്ഞ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സക്സസ് ആയ ഏകദേശം 40-ൽ പരം കുട്ടികളും വരുന്നുണ്ട്. അത് ഈ പേരൻസിൻ്റെ ഇത്രയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായതിൻ്റെ റീസൺ അത് തന്നെയാണ്. ആ കുട്ടികളുടെ കൂടെ വന്ന കുട്ടികൾ അത് എല്ലാ ദിവസവും ഇവിടെ ഉള്ള പ്രാക്ടീസ് ഉള്ള ദിവസം ഈ കുട്ടികൾ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടുത്തെ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു ഇൻഡോർ കോർട്ട് ഉള്ളതുകൊണ്ടാണ് പിള്ളേർക്ക് പരിശീലിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടുന്ന് ഇത്രയും ആൾക്കാർ. പേരൻസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനും സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷനും നന്നായിട്ട് പോകുന്നുണ്ട്. IPL സ്റ്റാർ വിഷ്ണു വിനോദ് അടക്കം നിരവധി താരങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു ടർഫാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ടു നിരവധി താരങ്ങൾ, അതേപോലെ തന്നെ പാരൻസ്, അവരുടെ ഒരു ജനപങ്കാളിത്തം നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം നമ്മൾ കണ്ടത് under-12 കാറ്റഗറിക്ക് ഒരു ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. അത് പത്തനംതിട്ടയിൽ മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി താരങ്ങൾ ഇവിടുന്ന് വരാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയും താരങ്ങളെ നമുക്ക് കാണാം. ഇനിയും പത്തനംതിട്ടയിൽ നിന്ന് IPL-ലേക്കും ഇന്ത്യയിലേക്കും താരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം.